ആരുമില്ലാതെ കിടക്കുന്ന കുട്ടികളല്ലേ, അവർക്ക് വേണ്ടി നമ്മൾ വർഷം തോറും ചെയ്യാം. ഇനിയും വലതും നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സുകൊണ്ട് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നാളെ ആക്കുവാൻ സാധ്യമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ 18ഓളം കുട്ടികളുടെ കാതുകുത്തൽ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ഓഫീസിൻ്റെ മുന്നിലാണ്. ഇപ്പോൾ കാതുകുത്തൽ ചടങ്ങിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ എത്തിക്കഴിഞ്ഞു. ശിശുക്ഷേമ സമിതിയുടെ കാതുകുത്തൽ ചടങ്ങിൻ്റെ ഭാഗമായി നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രത്നാകരനാണ്. എന്താണ് ഇങ്ങനെ ഒരു കാതുകുത്തൽ ചടങ്ങ്? ഇന്ന് വിശ്വകർമ്മ ദിനമാണ്. അത് പ്രമാണിച്ച് ഞങ്ങൾ ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻകാർ വർഷം തോറും ചെയ്തു വരാറുള്ളതാണ്. ഒരു 1000 കുട്ടികൾക്ക് കമ്മൽ സ്റ്റേറ്റ് ഒട്ടുക്ക് 1000 കുട്ടി. ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് കോഴിക്കോട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ വന്ന് ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു 20ഓളം കുട്ടികൾക്ക് ഇന്ന് കമ്മൽ കൊടുക്കുകയാണ്. കാതുകുത്തി സ്വർണ്ണക്കമ്മൽ അവർക്ക് കൊടുക്കുകയാണ്. എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഇപ്പോഴും ആദ്യമായിട്ടാണ് ക്ഷേമത്തിൽ ഇവിടെ വന്നത്. ആരുമില്ലാതെ കിടക്കുന്ന കുട്ടികളല്ലേ, അവർക്ക് വേണ്ടി നമ്മൾ വർഷം തോറും ചെയ്യാം. ഇനിയും വലതും നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ചെയ്യാറുണ്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്? കുട്ടികൾക്ക് വേണ്ടി അല്ല, നമ്മൾ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് കാര്യമുണ്ട്. പല വിധത്തിലും ഈ ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഇതിൽ തന്നെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഞങ്ങൾ കിട്ടുന്ന സ്വർണ്ണക്കടക്കാർക്ക് കിട്ടുന്നതിലുള്ള ഒരു അംശം പാവപ്പെട്ട സമൂഹത്തിലേക്ക് വേണ്ടി ചിലവാക്കും. ഞാൻ ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും ജമ്മാൻ ജുവലറിയുടെ സോണൽ കമ്മിറ്റി മെമ്പറുമാണ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് ജയചന്ദ്രൻ എന്നാണ്. ഞങ്ങൾ ഈ സെപ്റ്റംബർ 17 വിശ്വകർമ്മ ദിനമാണ്. ഇന്നത്തെ ദിവസത്തിന് വേറെ പ്രത്യേകതകളുണ്ട്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ്. കൂടാതെ ആർട്ടിസാൻസ് ഡേ ആണ്. ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്. അപ്പോൾ നല്ലൊരു മുഹൂർത്തമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ജമ്മാൻ ജുവലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടികൾ ഒന്ന് ഓൾ ഇന്ത്യ ബേസിൽ ബ്ലഡ് ഡൊണേഷനാണ്. അതിന് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ജനങ്ങൾ അതിനെ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത് നമ്മുടെ മുതിർന്ന ആർട്ടിസാൻസ് അല്ലെങ്കിൽ വിശ്വകർമ്മ തൊഴിലാളികളെ ആദരിക്കുന്നൊരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെയാണ് കേരളത്തിൽ 1000 കുട്ടികൾക്ക് കാതുകുത്തി കമ്മലിടൽ ചടങ്ങ് നിർദ്ദേശം. അപ്പോഴാണ് നമ്മുടെ മുട്ടട കൗൺസിലറായ ശ്രീ അജിത്ത് ഇങ്ങനൊരു നിർദ്ദേശം വെച്ചത്. നമുക്ക് ഇതുപോലെ ശിശുക്ഷേമ സമിതിയുണ്ട്, അവിടെ കൊച്ചുകുട്ടികളുണ്ട്, അതിൻ്റെ കാത് കുത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു വലിയ എന്താ പറയുക സന്തോഷമായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ അത് ഞങ്ങൾ വന്നു കണ്ടപ്പോൾ അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി. പക്ഷേ ഇന്നിപ്പോൾ നമ്മളൊരു 25ഓളം കുട്ടികൾക്കാണ് കാതുകുത്തി കമ്മലിടൽ ചടങ്ങ് നടത്തുന്നത്. പക്ഷേ ഇവിടെ നിന്ന് മനസ്സിലായപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ ചില കാര്യങ്ങളൊക്കെ ചിലരെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതൊരു നല്ല ചടങ്ങായിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മാതാവ് കുഞ്ഞിനെ പരിപാലിക്കുന്നതിനപ്പുറം വളരെ ശ്രദ്ധയോടുകൂടി സ്നേഹത്തോടുകൂടി 149 കുട്ടികൾ 4 ദിവസം പ്രായം മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദേവാലയം എന്ന് തന്നെ പറയാം. നമുക്ക് എല്ലാവർക്കും പ്രസംഗിക്കാം, ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് എനിക്കൊരു മകൾക്കൊരു കുഞ്ഞു കുട്ടിയുണ്ട്. എത്രമാത്രം പ്രയാസകരമായാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. അത് വീഴാതെ അതിന് സമയബന്ധിതമായി അതിനെ പരിപാലിച്ച് അത് ഉറങ്ങി കിടക്കുമ്പോൾ വരെ ഒന്നും ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സ്വന്തം മാതാവും സ്വന്തം മുത്തശ്ശനും അച്ഛനും അമ്മയും ബന്ധുക്കളും നോക്കുകയാണ്. അപ്പോൾ ഈ 149 കുട്ടികളെ നോക്കുന്നവർ എങ്ങനെ മനസ്സുള്ളവരായിരിക്കും? മനുഷ്യ ഹൃദയം എങ്ങനെ ആയിരിക്കും? അവരെത്ര മനുഷ്യ സ്നേഹികളായിരിക്കും? ഞാൻ പലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഈ അരുൺ ഗോപിയെ പറ്റിയൊക്കെ. നിങ്ങളൊക്കെ വന്ന് നഗരത്തിൻ്റെ ഡെപ്യൂട്ടി മേയറും MLA യും MP ഒക്കെ ആകുന്നവരെ പോലെ അല്ല ഇത്. എന്തെങ്കിലും വന്നുപോയാൽ ഒരിക്കലും അത് വലിയ വീഴ്ചയായി സംഭവിക്കും. ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന താഴെത്തട്ട് മുതൽ ചെയർമാൻമാരെ വരെ ഞാൻ ആദ്യമായി തന്നെ അവരെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ 19 കുട്ടികളുടെ പെൺകുട്ടികളെ കാതുകുത്ത് ചടങ്ങാണ്. അങ്ങനെ ഒരു ചടങ്ങ് ആർക്കെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? അങ്ങനെ ഒരു മഹത്തായ സംഭവം ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ
മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ തീരുമാനമെടുത്തത് അതിനപ്പുറം മനസ്സ് കാണിച്ചവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളെ മുത്തശ്ശനും മുത്തശ്ശിമാരെല്ലാം പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് 100 വയസ്സ് വരെ എന്നാണ്. 100 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുകയുള്ളൂ. 60 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ഈ 40 വർഷക്കാലം വരെ ചിലപ്പോൾ ജീവിച്ചിരിക്കാം. എൻ്റെ അറിവിൽ ഞാൻ 10, 12, 13 വർഷം മാത്രമേ ജീവിച്ചിരിക്കൂ. നമുക്കുണ്ടായ അസുഖത്തിൻ്റെ കാരണങ്ങളെല്ലാം നോക്കുമ്പോൾ ഒരു മനുഷ്യൻ 100 വർഷം ജീവിച്ചിരിക്കുമ്പോൾ 36,500 ദിവസമാണ് ആകെ. അതിൽ 12 മണിക്കൂർ നമ്മൾ ഉറക്കവും കളിയും ചിരിയും മൊബൈൽ കളിയും മറ്റു കാര്യങ്ങളെല്ലാം പോയാൽ പിന്നെ 18,250 ദിവസങ്ങളും. 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെ കുട്ടി, 70 വയസ്സ് മുതൽ 100 വയസ്സ് വരെ മുത്തശ്ശൻ. മണിക്കൂർ എന്ന് പറയുന്നത് 100 വയസ്സാകുമ്പോൾ കൂട്ടേണ്ടതാണ് 8,76,000 മണിക്കൂർ 100 വയസ്സാകുമ്പോൾ. മാസം എന്ന് പറയുന്നത് 1,200. സെക്കൻഡ് എന്ന് പറയുന്നത് 32,22,12,102 സെക്കൻഡാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇതാണ് 100 വയസ്സാകുമ്പോൾ. ഈ വയസ്സിനുള്ളിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സുകൊണ്ട് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നാളെ ആക്കുവാൻ സാധ്യമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ കുട്ടികളുടെ കാതുകളിൽ കാതുകുത്തി സ്വർണ്ണക്കമ്മൽ അണിയിച്ചു കഴിഞ്ഞു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കുട്ടികൾക്ക് സ്വർണ്ണക്കമ്മലുകൾ സമ്മാനിച്ചത്. ഡെപ്യൂട്ടി മേയർ പി കെ രാജു ആണ് ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ തന്നെ നിർവഹിച്ചത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.